കേനോപനിഷത്തിലെ രണ്ടാം ഖണ്ഡത്തിലെ നാലാമത്തെ മന്ത്രം പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. യാതൊരുവൻ മനസ്സിൻ്റെ എല്ലാ പരിണാമങ്ങളിലും സാക്ഷി രൂപനായിരിക്കുന്ന അന്തര്യാമിയാണ് ആത്മാവ് എന്ന് അറിയുന്നുവോ അവൻ ശരിയായ അറിവുള്ളവനാണ്. അവൻ തീർച്ചയായും അമൃതത്വം പ്രാപിക്കുന്നു. ആത്മാവിലൂടെ അവൻ ബലത്തെയും വീര്യത്തെയും നേടുന്നു. ആത്മജ്ഞാനത്താൽ ജനന മരണരഹിതമായ അവസ്ഥയെ പ്രാപിക്കുന്നു. ചിന്തക്കും വാക്കിനും കർമ്മത്തിനും സാക്ഷിയായിരിക്കുന്നതും സകല നേരത്തും ഉള്ളതായിരിക്കുന്നതും എല്ലാറ്റിനെയും ചൂന്നു നിൽക്കുന്നതും അന്തര്യാമിയായിരിക്കുന്നതുമാണ് ബ്രഹ്മം അഥവാ ബോധം. മൂന്ന് കാലത്തിലും അത് സത്യമായിരിക്കുന്നു. ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും അറിയുന്നത് ബോധമാണ്. ഈ മാറ്റങ്ങൾക്കെല്ലാം സാക്ഷിയായി മാറാതിരിക്കുന്നത് അതാണ്. ഇത് ബോധിച്ചിട്ടുള്ളവന് അറിവുള്ളവൻ എന്ന് പറയുന്നത്. ഇത് ബോധിച്ചിട്ടുള്ളവനാണ് അറിവുള്ളവൻ. അവൻ ആകാശത്തെ പോലെ എല്ലാറ്റിനും സാക്ഷിയായി നിലകൊള്ളുന്നു. ആകാശത്തിലാണ് ഈ ചരാചര വസ്തുക്കളെല്ലാം നിലനിൽക്കുന്നതെങ്കിലും അതിൻ്റെ ഒന്നും ഗുണദോഷങ്ങൾ ആകാശത്തെ ബാധിക്കുന്നില്ല. അതുപോലെ എല്ലാറ്റിനും സാക്ഷിയായി നിലകൊള്ളുന്നതാണ് ബ്രഹ്മം അഥവാ ബോധം. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തെ ആകമാനം ചൈതന്യവത്താക്കുന്നത്. സൂര്യനിലൂടെയും ചന്ദ്രനിലൂടെയും നക്ഷത്രങ്ങളിലൂടെയും പ്രകാശിക്കുന്നത് ബ്രഹ്മമാണ്. സകലത്തിനും കാരണമായിരിക്കുന്നതാണ് ബ്രഹ്മം. അത് ശുദ്ധബോധമാണ്, ഏകമാണ്, പൂർണ്ണമാണ്. അതെങ്ങോട്ടും പോകുന്നില്ല, വരുന്നുമില്ല. ബോധസമുദ്രത്തിലെ അലകളാണ് നാമരൂപങ്ങൾ. കടലിലെ വെള്ളം നീരാവിയായി മഴയായി വർഷിച്ച് നദിയായി ഒഴുകി കടലിൽ തന്നെ ചേരുന്നു. കടലു തന്നെയാണ് നീരാവിയായതും മഴയായതും പുഴയായതും. അതുപോലെ എല്ലാ നാമരൂപങ്ങളും ബ്രഹ്മം തന്നെയാണ്. ഇത് ബോധിച്ചാൽ നാനാത്വം കാണില്ല, പിന്നെ ഏകത്വം മാത്രമേ ദർശിക്കുകയുള്ളൂ. നാനാത്വം കാണുന്നതിനെ അജ്ഞാനം എന്നും ഏകത്വം ദർശിക്കുന്നതിനെ ജ്ഞാനം എന്നും പറയുന്നു. ഭേദബുദ്ധിയെയാണ് മായ അഥവാ ഭ്രമം എന്ന് പറയുന്നത്. അത് ചിത്തത്തിൻ്റെ സ്പന്ദനമാണ്. ചിത്തസ്പന്ദനം നിലച്ചാൽ നിശ്ചലത്വം ബോധിക്കും. ഉണ്മ, ബോധം എന്നൊക്കെ പറയുന്നത് ഒരേ ഒരു സത്യത്തെ തന്നെയാണ്. ഞാൻ എന്നിങ്ങനെ എല്ലാവരും നിരന്തരം എല്ലാവരും സ്ഫുരിക്കുന്നത് ഈ ബോധസ്വരൂപം തന്നെയാണ്. ബോധം പലതില്ല, ബോധം ഒന്നേയുള്ളൂ. ശുദ്ധബോധത്തിലുള്ള അജ്ഞാനമാകുന്ന അഹന്ത കാരണമാണ് ജീവാത്മാവ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. ഒരേ സൂര്യൻ 100 കുടത്തിൽ പ്രതിബിംബിക്കുമ്പോൾ 100 സൂര്യനുള്ളതുപോലെ നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ സൂര്യൻ ഒന്നേയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഏകനായ പരമാത്മാവ് ജീവഭാവത്തിൽ പലതായി കാണപ്പെടുന്നു. ജീവാത്മാഭാവത്തിലാണ് നാമരൂപങ്ങൾ പ്രകടമാകുന്നത്. നാമരൂപങ്ങൾ പ്രകടമാകുമ്പോഴും എല്ലാറ്റിനും അധിഷ്ഠാനമായിരിക്കുന്നത് പരമാത്മാവ് തന്നെ അഥവാ ബ്രഹ്മം തന്നെ. എന്നാൽ ഈ നാമരൂപങ്ങളുടെ ഒരു ചലനവും പരമാത്മാവിനെ ബാധിക്കുന്നില്ല. അവയുടെ ഗുണമോ കർമ്മമോ ഒന്നും തന്നെ ബാധിക്കാതെ പരമാത്മാവ് സാക്ഷി രൂപേണ വർത്തിക്കുന്നു. ബ്രഹ്മത്തിലാണ് അഥവാ ബോധത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ഞാനെന്ന് ഒരാൾക്ക് ചിന്തിക്കണമെങ്കിൽ പോലും അവിടെ ബോധം വേണം. സ്വന്തം നിലനിൽപ്പിനെ പറ്റി ഒരാൾക്ക് ചിന്തിക്കണമെങ്കിൽ പോലും ബോധമുണ്ടായിരിക്കണം. ബോധമില്ലെങ്കിൽ ഒന്നും ചിന്തിക്കുവാനോ അറിയുവാനോ കാണുവാനോ കേൾക്കുവാനോ ഒന്നും സാധ്യമല്ല. അപ്പോൾ ഉറങ്ങുമ്പോൾ ബോധമുണ്ടായിരുന്നുവോ എന്ന് ചിലർ ചോദിച്ചേക്കാം. ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ മനസ്സ് പ്രവർത്തനക്ഷമമായിരുന്നില്ല. മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അതിന് അധിഷ്ഠാനമായിരിക്കുന്നത് ബോധം തന്നെയാണ്. അതിനെയാണ് ബ്രഹ്മം എന്നും ആത്മാവ് എന്നൊക്കെ പറയുന്നത്. മനസ്സ് പ്രവർത്തിക്കാതപ്പോഴും അധിഷ്ഠാനമായിരിക്കുന്നത് ബോധം തന്നെയാണ്. ഉറക്കത്തിലും ഉണർവിലും മയക്കത്തിലും എല്ലാം ഈ ബോധമുണ്ട്. ജാഗ്രത അവസ്ഥയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ബോധമുണ്ട്. 3 അവസ്ഥകളെയും ഉൾക്കൊള്ളുന്നതും അവയ്ക്കതീതമായി വർത്തിക്കുന്നതുമാണ് ബോധം. ബോധത്തിനുള്ളിലാണ് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. ബോധമില്ലെങ്കിൽ പിന്നെ പ്രപഞ്ചവുമില്ല. വിഷയില്ലെങ്കിൽ വിഷയവുമില്ല. വിഷയായിരിക്കുന്നത് ആണ് ജീവൻ. ജീവഭാവം നീങ്ങിയാൽ കേവലം ബോധം മാത്രമേ ഉള്ളൂ. നാമരൂപങ്ങളും വികാര വിചാരങ്ങളും എല്ലാം അറിയുന്നത് ബോധമാണ്.
എൻ്റെ ശരീരം, എൻ്റെ ചിന്ത എന്നൊക്കെ പറയുന്നത് ബോധമുള്ളത് കൊണ്ടാണ്. മനസ്സിലാണ് കാലദേശങ്ങളും നാമരൂപങ്ങളും നിലനിൽക്കുന്നത്. അതെല്ലാം മനസ്സങ്കല്പങ്ങളാണ്. എന്നാൽ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയുന്നത് ബോധത്തിൻ്റെ അഥവാ ബ്രഹ്മത്തിൻ്റെ ശക്തി കൊണ്ടാണ്. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതും എല്ലാറ്റിനും അതീതമായി വർത്തിക്കുന്നതുമാണ് ബോധം അഥവാ ബ്രഹ്മം. അതിനെ ഗ്രഹിക്കുവാൻ മനോബുദ്ധിക്കൊന്നും സാധ്യമല്ല. മനസ്സ് എന്നത് ആശയാവിഷ്കാരം ചെയ്യുന്ന ഒരു ഉപകരണം മാത്രമാണ്. ആശയം അഥവാ ചിത്തവൃത്തി രൂപത്തിലല്ലാതെ മനസ്സിന് പ്രവർത്തിക്കാൻ കഴിയുന്നതല്ല. മനസ്സ് എന്നാൽ ചിന്തകളുടെ ഒരു പ്രവാഹം മാത്രമാണ്. നാമമോ രൂപമോ ഇല്ലാതെ ഒരു ചിന്തയും ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനാൽ മനസ്സെന്നത് നാമരൂപങ്ങളുടെ ഒരു സംഘാതം മാത്രമാണ്. നാമരൂപങ്ങളില്ലാതെ മനസ്സിന് നിലനിൽക്കാനാവില്ല. എന്നാൽ മനോബുദ്ധികൾക്ക് അതീതമാണ് സത്യം. ആ പരമമായ സത്യത്തെ ഒരിക്കലും മനസ്സിന് പിടികിട്ടില്ല. എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന നാശരഹിതമായ സത്യമാണ് ബ്രഹ്മം. വിവിധ രൂപങ്ങളിൽ കാണുന്ന നാമരൂപങ്ങൾക്കെല്ലാം ഉണ്മ നൽകുന്നത് ബ്രഹ്മമാണ്. ജഗത്ത് എന്നത് കേവലം പ്രതിഭാസമാണ്. വിത്തിൽ നിന്ന് വൃക്ഷമെന്ന പോലെ ബ്രഹ്മത്തിൽ നിന്നും ജഗത്ത് മുഴുവൻ പ്രകടമാകുന്നു. ഈ കാര്യജാലങ്ങളുടെ ആകെ ഉണ്മ ഒന്നാണ്. ആ ഉണ്മ ഓരോ അണുവിലുമുണ്ട്. ആ ഉണ്മയിൽ നിന്നും വേറിട്ട് ഒന്നുമില്ല. എന്നാൽ അഹംബുദ്ധി സകല ജീവജാലങ്ങളെയും പരസ്പരം വേതിരിച്ചതായി നമുക്ക് തോന്നിക്കുന്നു. ഒന്നായിരിക്കുന്ന സത്യത്തിൽ അഹംബുദ്ധി കാരണം കർത്തൃത്വബോധം ഉണ്ടാകുന്നു. അതാണ് ജീവഭാവം. ദേഹാഭിമാനം നിമിത്തമാണ് പരിച്ഛിന്നനായ ജീവനാണ് ഞാനെന്ന തോന്നലുണ്ടായിട്ടുള്ളത്. നിരന്തരമായ ആത്മവിചാരത്തിലൂടെ ദേഹാഭിമാനവും അഹന്താനാശവും സംഭവിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരമുണ്ടാകുന്നു. ആത്മാവ് ദേഹമല്ല, നശിക്കുന്നതല്ല, എല്ലാ അറിവിനും ആധാരമായിരിക്കുന്ന ഉണ്മയാണ് എന്ന് അറിവുകൊണ്ട് അജ്ഞാനത്തെ ജയിക്കുവാനുള്ള വീര്യമുണ്ടാകുന്നു. അങ്ങനെ അജ്ഞാനം നശിക്കുമ്പോൾ ആത്മാവ് ആത്മാവിനെ തന്നെ അറിയുന്നു. അങ്ങനെ അമൃതത്വത്തെ പ്രാപിക്കുന്നു. ഇതാണ് ഈ മന്ത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്.